തയ്യാറായി നിൽക്കുക പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വേദിയിലെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, പ്രിയപ്പെട്ട എന്നെ ഹാരിസ്ക, പ്രിയപ്പെട്ട സഫാരി സൈനുക്ക അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സർവോപരി AIKMCCയുടെ ബാംഗ്ലൂർ ഘടകത്തിൻ്റെ നേതാക്കന്മാരും സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബാംഗ്ലൂർ AIKMCC നടത്തുന്ന സമൂഹ വിവാഹത്തിൻ്റെ 8ാമത്തെ എഡിഷനാണ് ഇന്നിവിടെ നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾ പലപ്പോഴും ആളുകളുടെ ഒഴിവ് വേളകളിൽ മാത്രം നടത്തുന്ന ഒരു കർമ്മമായി നമ്മൾ കാണാറുണ്ട്. പക്ഷെ ബാംഗ്ലൂരിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക ഘടകം എന്ന നിലയിൽ കേരളത്തിന് പുറത്ത് ഏറ്റവും വ്യവസ്ഥാപിതമായി നടക്കുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ കർമ്മങ്ങളെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്താൽ, അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്താൽ, ഏറ്റവും മികവോടെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ 1ാം നമ്പറായി ബാംഗ്ലൂർ AIKMCCയെ നമുക്ക് പറയേണ്ടി വരും എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് രാത്രി സൂര്യൻ അസ്തമിക്കുന്നത് വരെ മനുഷ്യരുടെ പ്രശ്നങ്ങളോട് ചേർന്നു നിൽക്കുക എന്നതാണ് STCH, ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി. ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരം ഇന്ത്യയുടെ ഉദ്യാന പട്ടണമാണ്. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഒരു ക്ലൈമറ്റാണ്. ബഹുമാന്യനായ തങ്ങളും ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ ലോകത്ത് അടയാളപ്പെട്ട് കിടക്കുന്നത് മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി ഓഫ് ദ വേൾഡ്, ആദ്യത്തെ 5 നഗരങ്ങളിലെ ഏറ്റവും അന്തരീക്ഷ മലിനീകരണമുള്ള നഗരമാണ്. ഒരു അജണ്ട, ഒരു കർമ്മ പരിപാടി രൂപപ്പെടുത്തി എന്നുള്ളതാണ് മുസ്ലിം ലീഗും KMCCയും AIKMCCയും ചെയ്യുന്ന പുണ്യമെന്ന് പറയുന്നത്. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇവിടെ വിവാഹിതരാകുന്ന പുതിയ ദമ്പതികളുണ്ട്. അവർ ജീവിതത്തിലേക്ക് പ്രതീക്ഷയോടെ കാലെടുത്ത് വെക്കുകയാണ്. പക്ഷേ പ്രതീക്ഷയോടെ കാലെടുത്ത് വെക്കുന്ന ഈ ദമ്പതികളെ ആശീർവദിക്കാൻ വരുന്ന AIKMCCയുടെ ഓരോ പ്രവർത്തകരും ഇറങ്ങി വരുന്നത് ആംബുലൻസിൽ നിന്നാണ്. അവർ ചാരിറ്റി പ്രവർത്തനത്തിൽ നിന്നാണ്. അവർ നിംഹാൻസിലേക്ക് വന്ന രോഗികളുടെ പ്രശ്നങ്ങളോട് കൂട്ടിരിക്കുന്നവരുടെ സങ്കടങ്ങൾ കേട്ടിട്ടാണ് ഈ വിവാഹ പന്തലിലേക്ക് അവർ വരുന്നത്. AIKMCCയുടെ മാസ് മാരേജ് നടക്കുന്ന ദിവസം ബിരിയാണി കഴിച്ച് അവർ സന്തോഷത്തോടെ തിരിച്ചു പോവുകയല്ല. നാളെ പുലർന്നാൽ സംസ്കരിക്കേണ്ടുന്ന മൃതദേഹത്തെക്കുറിച്ച്, നാളെ പുലർന്നാൽ കൂട്ടിരിക്കേണ്ടുന്ന രോഗിയെക്കുറിച്ച്, നാളെ പുലർന്നാൽ കൂടെ നിൽക്കേണ്ടുന്ന ഇവിടുത്തെ നിംഹാൻസിലേക്ക് വന്ന മനുഷ്യരെക്കുറിച്ചുള്ള ആലോചനയാണ് ബാംഗ്ലൂർ AIKMCCയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ലോകത്തിലെ ആരോഗ്യ മേഖലയിൽ പ്രശസ്തമായ സ്ഥാപനം അമേരിക്കയിലെ മായോ ക്ലിനിക്കാണ്. അമേരിക്ക മായോ ക്ലിനിക്കിനെ എത്രമേൽ അവരുടെ ആരോഗ്യ ഭൂപടത്തിൽ അഭിമാനത്തോടെ അടയാളപ്പെടുത്തുന്നുവോ അതേ സ്ഥാനം ഇന്ത്യക്ക് നിംഹാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനുണ്ട്. ബാംഗ്ലൂരിലെ നിംഹാൻസ് എന്ന് പറയുന്നത് ഏഷ്യയിലെ നമ്പർ 1 ആണ്. ന്യൂറോ മെഡിക്കൽ മേഖലയിൽ ഗവേഷണപരതയോടെ മുന്നോട്ട് പോകുന്ന, ലോകത്തോട് പറയാൻ പറ്റുന്ന ഇന്ത്യയുടെ ഈ അഭിമാനകരമായ ആരോഗ്യ സ്ഥാപനത്തിന്റെ പരിസരത്ത് ഈ സ്ഥാപനത്തിലേക്ക് വരുന്ന മനുഷ്യർക്ക് AIKMCCയുടെ STCH എന്ന് പറയുന്ന സ്ഥാപനം, S സ്റ്റാൻഡ്സ് ഫോർ ശിഹാബ് തങ്ങൾ. ഇവിടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിന്റെ അടയാളപ്പെട്ട് കിടക്കുന്ന കുടുംബത്തിന്റെ പൈതൃകത്തിന്റെ പിൻഗാമിയാണ് ആ പാരമ്പര്യം, ആ പൈതൃകം. അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ STCHലേക്ക് വരുന്ന ആളുകളെ അവരുടെ ഗൈഡൻസ് സെന്ററായി, അവരുടെ പബ്ലിക് റിലേഷൻ സെന്ററായി STCH ഇവിടെയുണ്ട്. അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, കേരളത്തിൽ നിന്ന്, പുറത്തുനിന്ന്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നിംഹാൻസിന്റെ കവാടം കണ്ടുപിടിക്കുന്നത് പോലും അത്യധ്വാനമാണ്.
പക്ഷേ ഇവിടെ വന്നിറങ്ങുന്ന ആളുകൾക്ക് തീർത്തും നിസ്വാർത്ഥരായ വളണ്ടിയർമാർ അവരെ കൂടെ നിന്ന് ജീവൻ രക്ഷാ മാലാഖമാരെ പോലെ അവരെ ചാർത്തുപിടിച്ച് അവർക്ക് റൂം ലഭിക്കാത്തവർക്ക് രാത്രിയിൽ അവർക്ക് പായ വിരിച്ചു കൊടുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത്, പ്രിയപ്പെട്ട നൗഷാദ് കെയും ഡോക്ടറും ഒക്കെ എന്നോട് പറയുകയായിരുന്നു, ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ ഇവിടുത്തെ രോഗികൾ വരുന്നവർ 3 മാസത്തിൽ ഒരിക്കൽ മാത്രം അവർ കാണിക്കുമ്പോൾ രോഗിയുടെ പ്രതിനിധിയായി ഡോക്ടറോട് സംസാരിക്കുന്നവരുടെ രക്തബന്ധുവിനെ പോലെ STCHന്റെ വളണ്ടിയർമാർ ഈ ബാംഗ്ലൂർ നഗരത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ സംരംഭങ്ങൾക്കൊക്കെ മുതലാളിമാരുടെ സംഭാവനയുണ്ടാകാം. STCHന്റെ ഭൂമി കണ്ടെത്തി അവിടെ തറ കുഴിച്ച് അവരെ ശിലാസ്ഥാപനം നടത്തി അവിടെ ഭിത്തി കെട്ടി ആ സ്ഥാപനം ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ വിയർപ്പിന്റെ ഗന്ധം അനുഭവിച്ച ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, STCH എന്ന് പറയുന്ന ഈ സ്ഥാപനം ഏതെങ്കിലും കള്ളപ്പണക്കാരുടെയോ അബ്കാരി കോൺട്രാക്ടർമാരുടെ കമ്മീഷൻ കൊണ്ടോ ഉണ്ടാക്കിയതല്ല. ബാംഗ്ലൂർ നഗരത്തിൽ സ്വന്തം കുടുംബത്തെ ജീവിപ്പിക്കാൻ അധ്വാനിക്കുന്ന മനുഷ്യർ അവരുടെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച നാണയത്തുട്ടുകൾ ശേഖരിച്ചുകൊണ്ടാണ് STCHന്റെ ഭിത്തി, ഇതിന്റെ കല്ലുകൾ, ഈ മനോഹരമായ കെട്ടിടം പണിതത് എന്ന് ഈ പ്രോഗ്രാം ലൈവ് നടക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് മാത്രമല്ല സംസാരിക്കുന്നത്, ലോകം മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്കുള്ള സന്ദേശമാകട്ടെ. ഇവിടെ ഹാരിസ്ക പറഞ്ഞില്ലേ, ജീവിതം ഒരിക്കൽ മാത്രം വരുന്നതാണ്. ആ ജീവിതം ജീവിക്കുന്ന മനുഷ്യനെ ഉറപ്പായും സംഭവിക്കുന്ന ജീവിതത്തിന്റെ നിയോഗം എന്ന് പറയുന്നത് മരണമാണ്. ഇഫ് യു സ്പീക്ക് സംതിങ് യു വിൽ ഡൈ, ഇഫ് യു സ്പീക്ക് നത്തിങ് യു വിൽ ഡൈ. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യുമോ നമ്മൾ മരിക്കും. നമ്മൾ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ലയോ അപ്പോഴും മരിക്കും. സോ സ്പീക്ക് ആൻഡ് ഡൈ, സ്പീക്ക് ആൻഡ് ഡൈ, ബി വോയിസ് ഫോർ വോയിസ്ലെസ്. അപ്പോൾ ജീവിതത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണ്? അവർ കർമ്മം ചെയ്തു മരിക്കുക എന്നുള്ളതാണ്. ദ മോസ്റ്റ് റെലവന്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഹ്യൂമൻ ലൈഫ് ഈസ് വൺ, വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ്? ജീവിതത്തിൽ പ്രസക്തമായ ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു, നീ എത്ര സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കി, നിന്റെ മകളുടെ കല്യാണം നടക്കുമ്പോൾ ഏത് കാറ്ററിങ്ങിനെ, ഏത് ബുഫേ നീ ക്ഷണിച്ചു, എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടാക്കി, ചമൽക്കാരങ്ങൾ ഉണ്ടാക്കി എന്നതല്ല സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ ഈ കാലം നിന്നോട് ചോദിക്കുന്ന ചോദ്യം. പിന്നെയോ വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ്? വളരെ ലളിതമാണ്. ഇന്ന് സൂര്യൻ ഉദിച്ച് ഇന്ന് വൈകുന്നേരം കടന്നുറങ്ങുന്നതിന്റെ മുമ്പേ സഹോദര, നിന്റെ കാതിൽ ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഈ കാലവും നിന്നോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, വാട്ട് ആർ യു ഡൂയിങ് ഫോർ അതേഴ്സ്? നീ മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ഇന്ന് സൂര്യൻ ഉദിച്ച ശേഷം വല്ലതും ചെയ്തോ എന്നതാണ്. AIKMCC എന്ന് പറയുന്ന ഈ ബാനർ നിങ്ങളെ വിളിക്കുകയാണ്. ഞാനും കെട്ടിയോളും കുട്ടികളും വലിയ കുടുംബവും, കുടുംബത്തിന് വലിയ വീടും, വീടിന് വലിയ മതിലും ഗേറ്റും, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നും വെച്ച് അവനവനിൽ അഭിരമിച്ച് ആത്മരതിയോടെ ജീവിച്ചു പോകാതെ, ദൈവം എനിക്ക് നൽകിയ ആയുസ്, ദൈവം എനിക്ക് നൽകിയ സമ്പാദ്യം, ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹം, ഞാൻ സഹജീവികളുടെ സങ്കടം, അവരുടെ കണ്ണു നിറയുന്ന കണ്ണുനീരിനെ തുടച്ചെടുക്കുന്ന കയ്യിലെ തുണിയാക്കി എന്റെ ജീവിതത്തെ മാറ്റുമെന്ന് പ്രതിജ്ഞയെടുക്കാൻ മനോഹരമായ ഈ ഉദ്യാന പട്ടണത്തിൽ നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. രാഷ്ട്രീയം സ്നേഹമാകണം, മതം സ്നേഹമാകണം, സകല മണ്ഡലം സ്നേഹമാകണം. ഈ ബാംഗ്ലൂർ നഗരത്തിലേക്ക് കച്ചവടക്കാരായി കുടിയേറിയവർ, ജീവിതത്തിന്റെ ഉപജീവനം നടത്താൻ കുടിയേറിയവർ, അവർ അവരുടെ ജീവിത പ്രാഥമിക